ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇരിങ്ങാലക്കുടയിൽ വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിന്റെ പേരിൽ മുത്തച്ഛനെ കൊച്ചുമകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൊച്ചുമകൻ ശ്രീകുമാറിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 1.25 വയസ്സുള്ള കുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ ബീച്ച് സുൽത്താൻ പള്ളിക്കടുത്തുള്ള ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ മുഹമ്മദ് റയാനാണ് മരിച്ചത്. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇരിങ്ങാലക്കുടയിൽ വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിന്റെ പേരിൽ മുത്തച്ഛനെ കൊച്ചുമകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എടക്കുളം കോമ്പാത്ത് വീട്ടിൽ കേശവനാണ് വെട്ടേറ്റത്. കൊച്ചുമകൻ ശ്രീകുമാറിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈക്കും കാലിനും തലയ്ക്കും വെട്ടേറ്റ കേശവനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേശവന്റെ കൊച്ചുമകൻ ശ്രീകുമാറിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നു. കത്തി ഉപയോഗിച്ചാണ് യുവാവ് ആക്രമിച്ചത്. സാരമായി പരിക്കേറ്റ അശോകൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. യുവാവ് ലഹരിക്ക് അടിമയാണെന്നും പോലീസ് പറയുന്നു. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. പെരിഞ്ഞനം മേഖലയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന. അനധികൃതമായി പ്രവർത്തിച്ച തട്ടുകട പൂട്ടിച്ചു. പോലീസും പരിശോധനയിൽ പങ്കാളികളായി. ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യത്തിലാണ് പഞ്ചായത്തും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് ഇന്നലെ രാത്രി പരിശോധന നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന വഴിയോര തട്ടുകടയാണ് പൂട്ടിച്ചത്. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലുമാണ് ഇത് പ്രവർത്തിച്ചിരുന്നതെന്നും അധികൃതർ പറഞ്ഞു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, SI പ്രദീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അഖില, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മീഡിയ ടൈം, പെരിഞ്ഞനം. അതിരപ്പള്ളി ആനക്കയത്ത് കാറുകൾക്കും സ്കൂട്ടറിനും നേരെ കാട്ടാന ആക്രമണം. മലക്കപ്പാറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന 2 കാറുകൾക്കും 1 സ്കൂട്ടറിനും നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് ആനക്കയം പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ കാറാണ് കാട്ടാന ആദ്യം ആക്രമിച്ചത്. ആനക്കയം പാലത്തിന് സമീപത്തെ വളവിൽ വെച്ചായിരുന്നു സംഭവം. ആന നിൽക്കുന്നത് കണ്ട് ഹോൺ മുഴക്കിയതിനെ തുടർന്ന് കാറിനു നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയും തുമ്പിക്കൈ കൊണ്ട് കാറിൻ്റെ ഗ്ലാസ് തകർക്കുകയും ചെയ്തു. ഭയന്നുപോയ ഇവർ കാർ നിർത്താതെ പോയി. പുറകിൽ വരികയായിരുന്ന കോതമംഗലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയും സ്കൂട്ടറിന് നേരെയും ആന തിരിയുകയായിരുന്നു. ആന വരുന്നത് കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് യാത്രക്കാർ ഓടി. ഇതോടെ പുറകിൽ വന്നിരുന്ന കാറും ആന ആക്രമിച്ചു. വാഹനത്തിലുണ്ടായിരുന്നവർ പേടിച്ച് ഒച്ചവച്ചതിനാൽ ആന പിന്മാറി. ആക്രമണത്തിൽ കാറിനും ബൈക്കിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എറണാകുളം എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. SSLC മൂല്യനിർണ്ണയത്തിലെ മാറ്റവും പാഠപുസ്തക പരിഷ്കരണം ഉൾപ്പെടെ വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. പാഠപുസ്തക വിതരണം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ പൂർത്തിയാക്കാനായത് ചരിത്രമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ PTA-കൾ ഭരണസമിതിയെപ്പോലെ പെരുമാറരുതെന്നും മന്ത്രി താക്കീത് നൽകി. സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ മന്ത്രി P. രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും പങ്കെടുക്കും. മീഡിയ ടൈം, കൊച്ചി.
ചാലക്കുടി നഗരസഭയുടെ നിസ്സഹകരണത്തിൽ പതറാതെ സ്കൂളും പരിസരവും ശുചീകരിച്ച പ്രവേശനോത്സവത്തിനൊരുക്കി സീനിയർ ടീച്ചറും സഹപ്രവർത്തകരും. നിലവിലെ സ്കൂളിൽ 18 കുട്ടികൾ മാത്രമാണുള്ളത്. പുല്ലുവെട്ടാൻ ആളെ വിട്ടതാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക സഹായം. പടിഞ്ഞാറെ ചാലക്കുടി മലയാംപറമ്പ് IRM LP സ്കൂളിലെ പ്രധാനാധ്യാപിക സീനയുടെ നേതൃത്വത്തിൽ പ്രവേശനോത്സവത്തിന് ഒരുക്കിയത്. രക്ഷിതാക്കളും നാട്ടുകാരും ടീച്ചർക്കൊപ്പം കൂടിയതോടെ സ്കൂളിന് 4.5 മാറ്റഴകായി. ഓടിട്ട LP സ്കൂളിലെ ക്ലാസ് മുറികളെല്ലാം വർണ്ണക്കടലാസുകൾ കൊണ്ടും അരങ്ങുകൾ കെട്ടിയും മനോഹരമാക്കിയിട്ടുണ്ട്. നിലവിൽ സ്കൂളിൽ 18 കുട്ടികൾ മാത്രമാണ് ഉള്ളത്. 4ാം ക്ലാസ്സിലെ 2 പേർ പുതിയ സ്കൂളിലേക്ക് പോയി. ഈ കൊല്ലം 1ാം ക്ലാസ്സിലേക്ക് 2 പേർ വന്നതോടെ സ്കൂളിലെ ഹാജർ വീണ്ടും 18 ആയി. പ്രധാന അധ്യാപികയ്ക്ക് പുറമെ 4 താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെയുള്ളത്. മഴയ്ക്ക് മുമ്പേ ഓടിറക്കി കയറ്റുന്നതടക്കമുള്ള അറ്റകുറ്റപ്പണികൾക്കായി നഗരസഭയെ സമീപിച്ചെങ്കിലും നഗരസഭാ അധികൃതർ ഗൗനിച്ചില്ല എന്നാണ് ആരോപണം. പ്രധാനാധ്യാപികയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ അറ്റകുറ്റപ്പണികൾ നടത്തി. വീട്ടിലെ പണിക്കാരെ കൊണ്ടുവന്ന് പ്രധാനാധ്യാപിക വാട്ടർ ടാങ്ക് വൃത്തിയാക്കിച്ചു. ഒടിഞ്ഞ പൈപ്പുകൾ മാറ്റിയിടിയിച്ചു. ചിലവായത് എത്രയെന്ന് പരസ്യപ്പെടുത്താൻ പ്രധാനാധ്യാപിക തയ്യാറായില്ല. കുട്ടികൾക്ക് വേണ്ടിയല്ലേ, സാരമില്ലെന്ന് ടീച്ചർ. സ്കൂളിലെ വളപ്പിൽ പുല്ലുവെട്ടാൻ ആളെ വിട്ടതാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക സഹായം. എന്നാൽ പുല്ലുവെട്ടാൻ മെഷീനിൽ ഒഴിക്കാൻ പെട്രോൾ വാങ്ങിക്കൊടുത്തത് സ്കൂളിൽ നിന്ന്. നഗരസഭ അവഗണിച്ചാലും സ്കൂളിലെത്തുന്ന കുട്ടികൾക്കായി പ്രവേശനോത്സവം ആഘോഷമാക്കാനുള്ള തിരക്കിലാണ് പ്രധാന അധ്യാപികയും സഹപ്രവർത്തകരും. 1953 പ്രദേശവാസികളായ കുട്ടികൾക്കായാണ് സ്കൂൾ ആരംഭിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി കൊടകര കാരൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിൻ്റെ താക്കോൽദാനം നടത്തി. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ഷിജിനാണ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകിയത്. പ്രധാനാധ്യാപിക PS സീമ, പ്രൊജക്ട് കോർഡിനേറ്റർ സനൽ K എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. സ്കൂളിൽ നിന്നും ഭവന സന്ദർശനം നടത്തുന്ന വേളയിലാണ് സ്കൂൾ അധികൃതർ ഷിജിൻ്റെ വീടിൻ്റെ ദയനീയ സ്ഥിതി അറിയുന്നത്. ഇതിനെ തുടർന്ന് സ്കൂളിൽ യോഗം ചേരുകയും അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് ഷിജിന് അടച്ചുറപ്പുള്ള വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്കൂൾ മാനേജർ B സദാനന്ദൻ, ദിനേശ് പരമേശ്വരൻ, സ്റ്റാഫ് സെക്രട്ടറി അജയകുമാർ, സീനിയർ അധ്യാപകൻ നെൽസൺ പോൾ, SSG അംഗം റോസിലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടകര. ഇനി നാട്ടിൽ നടന്നത്. ഒന്നേകാൽ വയസ്സുള്ള കുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ ബീച്ച് സുൽത്താൻ പള്ളിക്കടുത്തുള്ള ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിൻ്റെ മകൻ മുഹമ്മദ് റയാനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. വീടിന് മുന്നിലുള്ള വെള്ളക്കെട്ടുള്ള തോട്ടിലാണ് കുട്ടി വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. പുതുക്കാട് എസ്റ്റേറ്റിലെ മുകേഷാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ പുതുക്കാട്ടെ വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടെങ്കിലും മുകേഷിനെ തുമ്പിക്കൈ കൊണ്ട് ആന അടിച്ചു വീഴ്ത്തുകയായിരുന്നു. വനപാലകരെത്തി മുകേഷിനെ വാൽപ്പാറയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെങ്കിടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബംഗാൾ സ്വദേശി ഹമറുള്ള ഹാരിസാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10:15ഓടെയായിരുന്നു അപകടം. വെങ്കിടങ്ങ കണ്ണൂത്ത് സ്വദേശിയുടെ പറമ്പിലെ മാവിൽ കയറി മാങ്ങ പറിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത വൈദ്യുതി ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ മരണം സംഭവിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മേലടൂർ യൂണിറ്റും മാള ഏരിയ കമ്മിറ്റിയും ചേർന്ന ഉപരിപഠനത്തിന് സാമ്പത്തിക സഹായം നൽകുകയും അനുമോദിക്കുകയും ചെയ്തു. +2 പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് നേടി വിജയിച്ച അസ്ന ശാരീരിക പരിമിതികളെ അതിജീവിച്ചാണ് ഉന്നത വിജയം നേടിയത്. സാമ്പത്തിക സഹായ വിതരണം സംഘം ഏരിയ സെക്രട്ടറി ഷീബ ഗിരീശൻ നിർവഹിച്ചു. MC പോൾ, ഡോക്ടർ CP ഷാജി, PK മോഹനൻ,
കെ.ഒ. വർഗീസ്, വിൽസൺ ആന്റണി, സരിത എന്നിവർ പങ്കെടുത്തു. പുത്തഞ്ചിറ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം നടന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നദീർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് റാഫി അധ്യക്ഷത വഹിച്ചു. സിദ്ദീഖ്, കണ്ണൻ, യൂസഫ്, രമേശ്, ഷംസു, നിഖിൽ, രതീഷ്, ജ്യോതി, അസീസ്, ഷമീർ, മിർഷാദ് എന്നിവർ സംസാരിച്ചു. AIYF ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഏറ്റെടുത്ത വലിയ പറമ്പ് RVLP സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. VS ഗോപാലകൃഷ്ണൻ, സനീഷ് കുമാർ PS, സാബു ഏരിമ്മൽ, സിനി ബെന്നി വെമ്പിൽ, രതീഷ്, ശാന്തി എന്നിവർ പങ്കെടുത്തു. പൊയ്യ DYFI കഞ്ചിത്തറ യൂണിറ്റ് പഠനോത്സവം സംഘടിപ്പിച്ചു. DYFI മാള ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സാലി ഫസലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പഠിച്ച് 100-100 മാർക്ക് വാങ്ങിയത് മാത്രമായില്ലല്ലോ. വിദ്യാഭ്യാസം കൊണ്ട് മെച്ചപ്പെടുത്തുന്നത് അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് അവൻ്റെ സാമൂഹ്യ ചുറ്റുപാടും കൂടി മാറ്റിത്തരുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന സഹപാഠിയുടെ അവൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതും കൂടിയായിരിക്കണം വിദ്യാഭ്യാസം. SFIക്കാർ പറയുന്നുണ്ട്, തൊട്ടപ്പുറത്തെ വീടിന് തീ കത്തുമ്പോൾ സ്വന്തം വീട്ടിലിരുന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന്. CPIM പൊയ്യ ലോക്കൽ സെക്രട്ടറി VS ലക്ഷ്മണൻ, മേഖലാ സെക്രട്ടറി ഫ്ലെമിംഗ്, ഡേവിസ്, റോബിറ്റ്, പ്രണവ് എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ SSLC+2 വിജയികളെയും ആദരിച്ചു. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ മാടവന ശാഖയുടെ കുടുംബസംഗമവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും എൻഡോമെന്റ് വിതരണവും സൗജന്യ നോട്ട് പുസ്തക വിതരണവും മോട്ടിവേഷൻ ക്ലാസും നടത്തി. കൊടുങ്ങല്ലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് അജേഷ് തൈത്ര അധ്യക്ഷനായി. KG ഉണ്ണികൃഷ്ണൻ എൻഡോമെന്റ് വിതരണവും നോട്ട് പുസ്തക വിതരണവും നിർവഹിച്ചു. വാസന്തി ഗോപാലകൃഷ്ണൻ, വിമി മംഗളാനന്ദൻ, പ്രഥമകുമാർ, ശ്രീജ കിഷോർ, രമണി വിക്രമൻ, അബിൻ ആനന്ദ്, സജീഷ് കളപ്പുരക്കൽ, വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കനകമല കുരിശുമുടിയിൽ ബോഗൻവില്ല തൈകൾ നട്ടു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുരിശുമുടിയിലേക്കുള്ള പാതയോരത്താണ് ബോഗൻവില്ല തൈകൾ നട്ടത്. തൈകൾ നടീലിന്റെ ഉദ്ഘാടനം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഷോച്ചൻ D വിധേയത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി ഷീന തോമസ്, ട്രഷറർ വർഗീസ് വെളിയൻ, ഷിബു ആട്ടോക്കാരൻ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ബിജു ചുള്ളി, ജോജു ചുള്ളി, തോമസ് മുക്കരാമ്പറമ്പിൽ, ബൈജു അറക്കൽ, മീന തുടിയൻ, ബേബി വെളിയൻ എന്നിവർ നേതൃത്വം നൽകി. വിശ്വാസ പരിശീലനത്തിന്റെ അധ്യയന വർഷത്തിലെ ഇരിഞ്ഞാലക്കുട രൂപതാതല ഉദ്ഘാടനം നടത്തി. വല്ലപ്പാടി ദേവമാത ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി രൂപതാ മെത്രാൻ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ ജോസ് മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. മതബോധന ഡയറക്ടർ ഫാദർ റിജോയ് പഴയറ്റിൽ, ഇടവാക വികാരി ഫാദർ ലിജോ കളപ്പറമ്പത്ത്, ഫെറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, ഡയറക്ടർ ഫാദർ ആഷിൽ കൈതാരത്ത്, മതബോധന സെക്രട്ടറി സിസ്റ്റർ മാരിയറ്റ് FC, ആനിമേറ്റർ പ്രൊഫസർ ബ്രിട്ടോ ജോസഫ്, പ്രധാന അധ്യാപിക നയോമി ബാബു, PTA പ്രസിഡന്റ് ബിജു കരിമ്പുതറ, കൈക്കാരൻ ജോൺസൺ കാച്ചിപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ഇരിങ്ങാലക്കുടയിൽ വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിന്റെ പേരിൽ മുത്തച്ഛനെ കൊച്ചുമകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൊച്ചുമകൻ ശ്രീകുമാറിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നേകാൽ വയസ്സുള്ള കുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ ബീച്ച് സുൽത്താൻ പള്ളിക്കടുത്തുള്ള ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ മുഹമ്മദ് റയാനാണ് മരിച്ചത്. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.